ആയിക്കോട്ടെ, രണ്ടാളുണ്ട്, അറിയാത്തവരുണ്ട്, ആസിഫാരുമേ ആക്കി കുഴപ്പമില്ല. അദ്ദേഹം ഇന്നലെ അബുദാബിയിൽ ഇന്നലെ ഞാൻ കണ്ടു, ദുബൈയിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോട് സംസാരിച്ചു. അപ്പോ സാർ പറഞ്ഞു, കോട്ടക്കുന്നുമൊക്കെ ചെന്നപ്പോഴേ അദ്ദേഹം ഇബാദിന്റെ ഒരു ജേണൽ ഇതിലേക്കൊരു ലേഖനം എഴുതാൻ വേണ്ടി കോട്ടക്കുന്ന് കയറി ചെന്നപ്പോ 3 പെൺകുട്ടികൾ 3 ഹിന്ദു ചെക്കന്മാരുടെ കൂടെ നടക്കുന്നത് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ സമയം നടക്കണ ആ സമയത്ത് അദ്ദേഹം എനിക്ക് വിളിച്ചു. ഞാൻ സ്കൂളിലാണുള്ളത്. ഫോൺ എടുക്കാൻ പറ്റി സംസാരിച്ചു. പറഞ്ഞു, ഇങ്ങനെയാണ് സമയം. ഞാൻ ഇപ്പോൾ കോട്ടക്കുന്നാണ് ഉള്ളത്. നമ്മുടെ 3 പെൺകുട്ടികള്, മുസ്ലിം കുട്ടികള് ഹിന്ദു ചെക്കന്മാരെ കെട്ട കെട്ടി വന്നിട്ടുണ്ട്. അവരുടെ കൂടെ കൈപിടിച്ച് നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോ എങ്ങനെ അവിടെ എത്തി വെച്ചു? ഞാൻ ലേഖനം എഴുതാൻ വേണ്ടി വന്ന ഒഴിഞ്ഞ സ്ഥലം കിട്ടാൻ പറ്റണം. ഞാൻ വന്ന ലേഖനം അവിടെ നിന്നാണ് തുടങ്ങുക നമ്മള്. അങ്ങനെ ഏതായാലും നമ്മുടെ കുറച്ച് അതിന്റെ പ്രവർത്തകരൊക്കെ കൂട്ടിയിട്ടാണ് ചെന്ന കുട്ടികളെ 2 പേരെ കൺവിൻസ് ചെയ്ത് ശരിയാക്കി എന്ന് പറഞ്ഞു. ഒരാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമ്മളെ കുട്ടികൾ മറ്റൊരൊപ്പം പോവാണ്. നേരെ വരേണ്ടത് എന്തായിരുന്നു? ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങള് ലവ് അഫെയർ കാണിച്ച് ചാടിച്ചുകൊണ്ടിരുന്നല്ലോ പറഞ്ഞത്. ഇസ്ലാമിലേക്ക് ഇവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമായിരുന്നു. നമുക്ക് അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എത്ര ആളുകൾ എത്ര പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കണം, വളരെ പെട്ടെന്ന്. ആസിദാന്റെ അടുത്തുള്ള കഥ കേട്ടാൽ അത്ഭുതപ്പെട്ടു. ഇത്ര ഈസിയാണോ ദഅവത്ത്? ഇത്ര ഈസിയാണോ? എത്ര വേണ്ടെന്നുള്ളൂ. നമ്മുടെ ഖൽബിൽ ഇത് ബോധ്യപ്പെടണം. നമുക്ക് ബോധ്യപ്പെടാൻ ആർക്കും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ബോധ്യപ്പെടണം ഇത് ഭയങ്കര സംഭവമാണ്. അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സ്. ഇസ്ലാമിലേക്ക് സപ്പോർട്ട് ചെയ്യും നമ്മുടെ കെമിസ്ട്രിയും ബയോളജിയും നമ്മുടെ ഹിസ്റ്ററിയും ഒക്കെ. എല്ലാം ഇസ്ലാം അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ there is nothing on the surface of earth that cannot entertain you. അത്ഭുതമായിരിക്കും. നമ്മൾ എന്ത് തൊടുന്നോ വായിക്കുന്നോ ഇതൊക്കെ ഇതിലെനിക്ക് എന്തൊക്കെയോ പഠിക്കും, ഇതിലെന്തൊക്കെയോ എന്റെ ദീനുമായി ബന്ധമുണ്ടല്ലോ, എല്ലാം ഭയങ്കരമായിട്ട് ഫാസിനേറ്റിംഗ്. ഒരു ചെറിയ ചെറുപ്പക്കാരനായ ഒരു കുട്ടി, ആ കുട്ടിക്ക് വയസ്സ് എത്രയാന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി. ഒരു ഇന്റർനാഷണൽ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ഷഹാദത്ത് ചൊല്ലാണ്. നമുക്ക് എന്ത് തോന്നുന്നു എന്ന് ലേറ്റ് ഒന്ന് ഓഫ് ചെയ്യണ്ട. വളരെ ചെറിയ I'm 13. So Henry, is anyone forcing you to embrace Islam? Did anyone force you? No, not at all. And what made you come to Islam? How did you see the light? Basically, over the summer holidays, I'd never really followed a religion in my life, and I guess I just looked into it because I was curious, and it's just so amazing and so overwhelming that I can't prove it wrong. Islam is so amazing. Okay, so I want everybody to be quiet for this because Henry is about to embrace Islam. Please remain silent while this very special moment takes place for Henry. So Henry, I want you to repeat after me. Ashhadu an la ilaha wa illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. In English, I bear witness that there is no God worthy of worship but Allah, and I bear witness that Muhammad, peace be upon him, is his servant and messenger. Takbir. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ മുസ്ലിം ആവാൻ കാരണമാണ്. It's really fascinating, it's amazing, it has answers for my life. ചിന്തിക്കണ മക്കളുണ്ട്. എന്റെ ജീവിതത്തിൽ മറുപടി തരുന്ന വിഷയമാണ് ഇസ്ലാം. ഇസ്ലാമിന് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്നുണ്ട്. ചെറിയ കുട്ടി മനസ്സിലാക്കുകയാണ്. ചില യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റും. ചില ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ പറയാണ്, ഒരു BBC ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ടുണ്ട്, വൈ ബ്രിട്ടീഷ് ഗേൾസ് ആർ എംബ്രേസിംഗ് ഇസ്ലാം. ഒരുപാട്
അവിടുത്തെ നാച്ചീസ് ആയിട്ടുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശിനും പോയവരല്ല, അവിടെ തന്നെ ജനിച്ചു വളർന്ന പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാൻ വേണ്ടി വരികയാണ്. പെണ്ണുകുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ കൊണ്ടുവന്നിട്ടില്ല. വേറൊരു വീഡിയോ കാണും, മം ഐം മുസ്ലിം. കുട്ടികൾ പറയാ, ഉമ്മ ഞാൻ അന്ന് മുതൽ മുസ്ലിമാണ് കേട്ടോ. ചെറുപ്പക്കാര്, കോളേജ് പഠിക്കുന്ന കുട്ടികൾ. ഏറ്റവും കൂടുതൽ ഇബാദിന്റെ പ്രവർത്തനം സക്സസ് ആവുന്നത് ക്യാമ്പസുകളിലാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നാണ് ഒരുപാട് കുട്ടികൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയമാണത്. ഞാൻ ഇപ്പൊ എന്തിനായി ജീവിക്കുന്നത്? ആരാ എന്നെ പടച്ചത്? ഒരാൾ വേണം. ഞാൻ ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്ത് വന്നതല്ലല്ലോ, ഇന്നിങ്ങോട്ട് പറഞ്ഞയച്ച ഒരാളുണ്ടല്ലോ. അതാരാണ്? ആ ആൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെവിടെയാണ്? അത് ഖുർആനോ? ഈ ഖുർആന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ മനുഷ്യജീവിതത്തിന് മറുപടി തരാൻ പറ്റുന്ന ഒരു വിഷയം. ഇതേപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാതെ ഡീവിയേഷൻ, മറ്റു മതങ്ങളിലേക്ക് പോകാവുന്ന വലിയ സാധ്യതകളുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ക്യാമ്പസുകൾ. നിരീശ്വരവാദം തലയിലേക്ക് കയറി വരും. പ്രത്യേകിച്ച് ചില പ്രൊഫസർമാർ നിരീശ്വരവാദികളാണെങ്കിൽ അവരുടെ സംസാരത്തിലൂടെ വരുന്ന ചില പ്രയോഗങ്ങൾ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകും. അതിനെ തടയിടാൻ പറ്റുന്ന ലോജിക്കായിട്ട് ഇസ്ലാമിനെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ